രജനീകാന്ത് സിനിമകളുടെ ആരാധകർ അല്ലാത്തവർ പോലും രജനീകാന്ത് എന്ന വ്യക്തിയോട് എന്നും ഒടുങ്ങാത്ത ആരാധന കൊണ്ടു നടക്കുന്നവരാണ്. ആളുകളിൽ ഊർജം നിറയ്ക്കുന്ന രജനി മാജിക് ഒരിക്കലും പിടികിട്ടാത്ത പ്രതിഭാസമാണ്. കഴിഞ്ഞ ദിവസം താരത്തിന്റെ 73-ാം പിറന്നാളായിരുന്നു. ഇന്ത്യൻ സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും പ്രിയ സൂപ്പർ സ്റ്റാറിന് ആശംസകൾ നേർന്ന് എത്തിയിരുന്നു. മലയാളത്തിൽ നിന്നും മോഹൻലാലും മമ്മൂട്ടിയും മുതലുള്ളവർ ആശംസകൾ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചിരുന്നു. രജനീകാന്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഹിറ്റായ ജയിലറിൽ കാമിയോ റോളിലെത്തി മോഹൻലാൽ തകർത്തിരുന്നു. സിനിമയിലേക്ക് ചുവടുവെക്കും മുമ്പ് തന്നെ രജനീകാന്ത് എന്ന താരത്തോട് അതിയായ ആരാധന മോഹൻലാലിനുണ്ടായിരുന്നു. സുചിത്ര മോഹൻലാലിന്റെ കുടുംബ സുഹൃത്തു കൂടിയാണ് രജനീകാന്ത്. അതേസമയം ആദ്യമായി രജനീകാന്തിനെ നേരിൽ കണ്ടപ്പോഴുണ്ടായ അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് മോഹൻലാൽ. സിനിമയിലെത്തി വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാൽ രജനീകാന്തിനെ നേരിട്ട് ആദ്യമായി കണ്ടത്. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ഗുരുമുഖങ്ങൾ എന്ന പുസ്തകത്തിലാണ് രജനീകാന്തുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് മോഹൻലാൽ വിവരിച്ചിരിക്കുന്നത്. മോഹൻലാലിന്റെ വാക്കുകളിലൂടെ തുടർന്നു വായിക്കാം. കോളേജ് പഠനകാലത്ത് രജനീകാന്തിന്റെ നിരവധി സിനിമകൾ ഞാനും ആവേശത്തോടെ കണ്ടിട്ടുണ്ട്. അപൂർവ രാഗങ്ങളും 16 വയതിലെയുമെല്ലാം എൻ്റെ ഫേവറിറ്റുകളാണ്. എൻ്റെ ആദ്യ ചിത്രമായ തിരനോട്ടം ചിത്രീകരിക്കുന്ന കാലത്ത് രജനീകാന്ത് തമിഴിലും തെലുങ്കിലും അറിയപ്പെടുന്ന സ്റ്റാറായി നിറഞ്ഞു നിൽക്കുകയായിരുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അഭിനയിക്കുന്നതിനായുള്ള ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ തമിഴിൽ രജനീകാന്ത് സൃഷ്ടിച്ച രീതിയിലുള്ള ഒരു സ്റ്റൈലൈസ്ഡ് രീതിയാണ് നരേന്ദ്രന് വേണ്ടതെന്ന് ജഡ്ജസ് എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതുപോലെ എനിക്ക് അഭിനയിക്കാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെതായ രീതിയിൽ ഞാൻ നരേന്ദ്രനെ അവതരിപ്പിച്ച് കാണിച്ചു. അതവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇന്റർവ്യൂ ചെയ്യുന്നവർ പോലും രജനീകാന്തിന്റെ സ്റ്റൈലിനെ കുറിച്ച് സൂചിപ്പിച്ച ആ സംഭവം അക്കാലം മുതലുള്ള അദ്ദേഹത്തിന്റെ നടന മഹത്വത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ആരാധനയല്ല, നിറഞ്ഞ സ്നേഹമാണ് എനിക്ക് ആ വലിയ മനുഷ്യനോടുള്ളത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കഴിഞ്ഞ് പല ചിത്രങ്ങളുടെയും ഷൂട്ടിങ്ങിനായി ഞാൻ തമിഴ്നാട്ടിൽ എത്തിയിരുന്നെങ്കിലും രജനീകാന്തിനെ നേരിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. എന്റെ വിവാഹ നിശ്ചയത്തിന് ശേഷമാണ് അദ്ദേഹത്തിനെ നേരിൽ കാണുന്നതിനും പരിചയപ്പെടുന്നതിനും അവസരമുണ്ടായത്. ചെന്നൈയിലെ വീനസ് സ്റ്റുഡിയോയിൽ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ആ സമയത്ത് മറ്റൊരു പടത്തിന്റെ ഷൂട്ടിങ്ങിനായി രജനീകാന്തും അവിടെ എത്തി. പരസ്പരം അറിയാമായിരുന്നെങ്കിലും തമ്മിൽ ആദ്യമായി കണ്ട ആ നിമിഷം മറക്കാനാകില്ല. സുചിത്രയുടെ അച്ഛൻ ബാലാജിയുമായി രജനീകാന്തിന് വലിയ സൗഹൃദമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സുചിത്രയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെന്ന നിലയിൽ എന്നോട് വളരെ അടുപ്പത്തോടെയാണ് അദ്ദേഹം പെരുമാറിയത്. പരിചയപ്പെട്ട ശേഷം രജനീകാന്ത് എന്നോട് പറഞ്ഞു, സുചിത്ര എനിക്ക് മകളെ പോലെയല്ല, മകൾ തന്നെയാണ്. എനിക്കിപ്പോഴും അവൾ ഒരു ചെറിയ കുട്ടിയാണ്, ശരിക്കും തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുട്ടി. തൊട്ടിലിൽ നിന്നാണ് നിങ്ങൾ അവളെ എടുത്തുകൊണ്ടു പോകുന്നത്. എനിക്കൊരുപാട് സന്തോഷമുണ്ട്. എന്റെയും സുചിത്രയുടെയും വിവാഹശേഷമാണ് രജനീകാന്തിനെ അടുത്തറിയാൻ അവസരങ്ങളുണ്ടായത്. സുചിത്രയുടെ അച്ഛന്റെ മുത്തുക്കാട്ടെ ബീച്ച് ഹൗസിൽ എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും രജനീകാന്ത് എത്തും. ഒരു കുടുംബ സംഗമം. ആ സമാഗമത്തിൽ പലതവണ ഞാനും പങ്കാളിയായി. അപ്പോഴെല്ലാം അദ്ദേഹം പ്രസരിച്ച പോസിറ്റീവ് എനർജി എനിക്ക് അദ്ദേഹത്തോടുള്ള ആദരവ് വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ ഒരിക്കൽ ശാരീരികമായി ചില വേദനകൾ ഉണ്ടായ സമയത്ത് ആയുർവേദ ചികിത്സയാണ് ഉത്തമമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. ഒരു മടിയും കൂടാതെ അതിന് അദ്ദേഹം തയ്യാറായി. പെരിങ്ങോട് ആയുർവേദ ചികിത്സാലയത്തിൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പാടാക്കി. ചികിത്സ കഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെ മടങ്ങവേ അദ്ദേഹം കൈമാറിയ നന്ദി സന്ദേശം എന്നെ ഏറെ സന്തോഷിപ്പിച്ചിരുന്നു എന്നാണ് രജനീകാന്തുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞത്.